നമസ്കാരം. ഓർമ്മയിലെന്നും NF വർഗീസ്. വാക്കുകൾക്കതീതമായ ഹൃദയബന്ധം പലരും ഇവിടെ പങ്കുവയ്ക്കുന്നു. നാടകം, സിനിമ, മിമിക്രി എന്നിങ്ങനെ ഒരു കലാകാരൻ അവൻ്റെ സർഗശേഷികളെ അവതരിപ്പിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ശേഷവും നമ്മുടെ എല്ലാം മനസ്സിൽ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന കലാകാരൻ NF വർഗീസ് എന്ന അതുല്യ നടൻ്റെ ഓർമ്മകളുമായുള്ള ഓർമ്മയിലെന്നും തുടരുന്നു. കലാഭവൻ എന്ന ട്രൂപ്പിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കാലം വർക്ക് ചെയ്ത, പിന്നീട് സ്വന്തമായി പരിപാടി ചെയ്തപ്പോൾ വേദികളിലെല്ലാം ഒരുപക്ഷെ ആബേലച്ചൻ്റെയും NF ഏട്ടൻ്റെയും ഫോട്ടോ പ്രദർശിപ്പിച്ച ശേഷം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ട്രൂപ്പ് കൊച്ചിൻ ഗിന്നസ്. ഇതിൻ്റെ എല്ലാം പിന്നണിയിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും എല്ലാം അദ്ദേഹത്തോടൊപ്പം കൂടെ നിന്നിട്ടുള്ള ഒരാൾ, ഏതാണ്ട് 50 വർഷമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട KS പ്രസാദ്. NF ഏട്ടൻ്റെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, KS പ്രസാദേട്ടൻ്റെ ട്രൂപ്പിന്റെ പരിപാടി തുടങ്ങുമ്പം ഇൻ മെമ്മറി ഓഫ് എന്ന് പറയുന്നതിൽ സൈനുക, NF ഏട്ടൻ, ആബേലച്ചൻ്റെ പേരാണ് വരുന്നത്. കലാഭവനിൽ നിങ്ങൾ എത്ര നാളുണ്ടായിരുന്നു? കലാഭവനിൽ 4-5 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഈ ഫോട്ടോ കൊടുത്തതിന് പുറകില് ഒരു കഥയുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർ, നാടകമായാലും അതുപോലെ തന്നെ ഇപ്പം നർത്തകനായാലും ഗായകനായാലും മിമിക്രി ആർട്ടിസ്റ്റായാലും, തന്നോടൊപ്പമുള്ള കലാകാരന്മാർ തന്നോടൊപ്പം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ഇവരൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒപ്പം ഇവരെ മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് വളരെ വളരെ താല്പര്യം കുറവായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് NF-നെ തോന്നിയിട്ടുള്ളത്. എപ്പോഴും എന്നെ വഴിക്ക് വെച്ച് കണ്ടാൽ ചോദിക്കും, താൻ എന്തോടോ നമ്മുടെ ഒപ്പം എത്താത്തത്? ഞാൻ പറയും, NF എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ വിദേശങ്ങളിൽ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴും താൻ അങ്ങനെ ആയാൽ പോരാ, താൻ നമ്മുടെ ഒപ്പം വാ എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ ഒരു നന്മ ആഗ്രഹിക്കുന്ന ചുരുക്കം എന്നോടൊപ്പം ഉണ്ടായിരുന്ന 1-2 വ്യക്തികളിൽ ഒരാളാണ് NF വർഗീസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആബേലച്ചനെയും NF വർഗീസിനെയും സൈനിധിൻ്റെയും ഫോട്ടോ കാണിക്കാതെ അതെനിക്ക് തുടങ്ങുന്നില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നീട് മറ്റൊരു സംഭവം, ഞാൻ 81 മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമുണ്ട്. ഞാൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്റർ അടുത്താണ് ജെയിംസ് എഞ്ചിനീയറിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആദ്യം കാണുന്നത് NF-നെയാണ്. അപ്പോൾ കലാഭവനിലുള്ളപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാ ദിവസവും സംസാരിക്കും. അതുപോലെ തന്നെ ഞാൻ ഹരിശ്രീയിലോട്ട് പുള്ളി പോയപ്പോഴും പുള്ളി പറയും, ഞങ്ങൾക്ക് ഇന്നലെ ഹരിശ്രീ നല്ല കലാഭവനിൽ പോയി, കലാഭവനിൽ ഹരിശ്രീ പോയിട്ട്. അതെ അതെ അല്ലേ? അപ്പൊ നാടകത്തിൽ നിന്ന് കലാഭവനിലോട്ടാണ്. ഓ, ഞാൻ തിരിച്ചാ വിചാരിച്ചിരുന്നത്. അതിനിടയ്ക്ക് പുള്ളി വീണ്ടും നാടകത്തിലോട്ട് പോയി. ബ്രഹ്മം പുള്ളി എഴുതിയൊരു നാടകം തന്നെ അല്ലേ വന്നപ്പോൾ എനിക്ക് നാടകത്തിനോട് താല്പര്യം. അത് മൈത്രിയാണോ കളിച്ചത്? അല്ലല്ല, അത് അടൂർ ജയ തിയേറ്റേഴ്സ് ആണ്. അതായത് മറ്റേ അടൂർ പങ്കജത്തിന്റെ എഴുതിയ നാടകമാണ്. NF ഏട്ടൻ നാടകം എഴുതിയിട്ടുണ്ട്. NF അത് നാടകം എഴുതി, ആദ്യമായിട്ടും അവസാനമായിട്ടും എഴുതിയ നാടകമാണ് ഭ്രമം. നന്നായിട്ട് കളിക്കുകയും ചെയ്തു, പുള്ളിയാണ് അഭിനയിക്കുകയും ചെയ്തു. ആ വർഷം പുള്ളി ആ സമിതിയിലായിരുന്നു. സേവിയറേട്ടന് സ്റ്റേറ്റ് അവാർഡ് മികച്ച നടനുള്ളത് കിട്ടുന്നത് ഈ കൂടെയുള്ളപ്പോഴാണോ? എനിക്ക് കിട്ടുന്നത് NF വർഗീസ് അഭിനയിച്ച സൂപ്പർ സ്റ്റാറാണ് നാടകത്തിലെ. അന്നത്തെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളില് ഞങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാറാണ് ഇദ്ദേഹം. അതുപോലെ NF ഏട്ടന്റെ ഒരു പ്രത്യേകത, എഴുത്തുകാരോട് ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്. ഒരു സംവിധായകനൊപ്പം തന്നെ എഴുത്തുകാരെ കാണുന്ന വ്യക്തിയാണ് പുള്ളി. കാരണം പുള്ളി എപ്പോഴും അധികം നടന്മാർ തുറന്നു പറയാത്തൊരു കാര്യം പുള്ളി പറയാറുണ്ട്. അതായത് ഏതെങ്കിലും കഥാപാത്രത്തിന് നാടകത്തിലായാലും സിനിമയിലായാലും കയ്യടി കിട്ടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളി പറയും, അത് ആ നടന് കിട്ടിയ കയ്യടിയല്ല, അത് എഴുത്തുകാരന് കിട്ടിയ കയ്യടിയാണ്. ആ സിറ്റുവേഷൻ എഴുതി വെച്ചേക്കുന്ന സിറ്റുവേഷന്റെ കയ്യടിയാണത്. അത് ഞാൻ പറഞ്ഞാലും മമ്മൂട്ടി പറഞ്ഞാലും മോഹൻലാൽ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ കയ്യടി കിട്ടും. അത് സിറ്റുവേഷന്റെയും ആ ഡയലോഗിന്റെയും പ്രത്യേകത. അത് അധികം ആരും തുറന്നു പറയാത്തൊരു കാര്യമാണ്. അത് പുള്ളി പറയും, അറിയാത്ത കാര്യമല്ല, തുറന്നു പറയാത്ത കാര്യമാണ്. അല്ല, വർഗീസ് എന്നോടും പറയാറുണ്ട്, ഇത് എഴുത്തുകാരനില്ലെങ്കിൽ നടനില്ലടോ എന്ന് അയാൾ പറയാറുണ്ട്. എഴുത്തുകാരൻ എഴുതി വെക്കുന്നത് പറയുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് കയ്യടി കിട്ടുന്നത്. പിന്നെ ഈ സ്വന്തം കുറ്റങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പലരും മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുമല്ലോ, സ്വന്തം കുറ്റങ്ങൾ
അത് ഇവിടെയും പറയാറില്ലല്ലോ അത്തരം കാര്യങ്ങൾ. പുള്ളി എപ്പോഴും പറയാറുള്ളൊരു കാര്യം, എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ നാക്കാ എന്ന് സ്വയം പുള്ളി പറയാറുണ്ട്. അതുപോലെ സ്ഥിരമായി പുള്ളി ആരോടും അങ്ങനെ വഴക്ക് വെച്ചുകൊണ്ടിരിക്കാറില്ല. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വലിയ ആത്മമിത്രങ്ങളായിരുന്നു. പുള്ളിയുടെ എല്ലാ രഹസ്യങ്ങളും പറയുന്ന ഒരാൾ അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾ ഞാനായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കരമായ വഴക്കിടും. പക്ഷെ അന്ന് വൈകിട്ട് പുള്ളി വിളിച്ചിട്ട് പിന്നെ പുള്ളി ഇതെല്ലാം മറന്നു. പിന്നെ പുള്ളി വന്നിട്ട് പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും മറ്റതങ്ങനെ ചെയ്യണ്ടോ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അത് സാധാരണയിൽ ചിലർക്ക് അങ്ങനെയല്ല. വഴക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസത്തേക്ക് പിന്നെ മിണ്ടത്തില്ല. ഇതങ്ങനെയല്ല, അന്ന് തന്നെ പുള്ളി അത് വിട്ടു. ഞാനൊരു കാര്യം എന്നെ പറ്റി പറയണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഈ കോമഡി മിമിക്സും പിന്നെ ഞാനും ഒന്നൊരു പ്രോഗ്രാം എടുക്കാനായിട്ട് പോകുമ്പോൾ ഓരോ താരങ്ങളുടെ വീട്ടിൽ വന്ന് റെക്കോർഡ് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. നമ്മളിപ്പോ ഇവിടെ വീഡിയോ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അന്നൊരു 5-6 പേരുടെ എടുക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്കത് മുതലാവില്ല. അപ്പം മണിയുടെയൊക്കെ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം NF-ന്റെ വീട്ടിൽ രാവിലെ 9 മണിക്ക് 8:30 മണിക്ക് എത്തി. NF ഒരു അരമണിക്കൂർ കൊണ്ട് തീർത്തു. ഒരു 10-12 അനൗൺസ്മെന്റ് നമ്മുടെ സാജൻ പള്ളിരുത്തി പറഞ്ഞ പോലെ ഷൂ എന്ന് തീർത്തു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത് സലീംകുമാറിൻ്റെ അടുത്ത് പോകാണ്ട്, നാരായണൻകുട്ടിയുടെ അടുത്ത് പോകാണ്ട്, ജയറാമിൻ്റെ അടുത്ത് പോകാണ്ട്. പക്ഷെ NF-ആയിട്ടിരുന്ന് സംസാരിച്ചിട്ട് 9:30 മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് 10:30, 11:30, 12:30 വരെ ഇരുന്ന് സംസാരിക്കുക. ഞങ്ങൾ സന്നിധിൻ്റെ കാര്യം, ആബലച്ചൻ്റെ കാര്യം, ആബലച്ചൻ ജീവിച്ചിരിക്കുകയാണ്. അതുപോലെയുള്ള ഓരോരുത്തരുടെ കാര്യവും, നാടകത്തിൻ്റെ കാര്യം, നാടകം കുറേ അഭിനയിച്ച് കാണിക്കുന്നു, ഈ മരിച്ചുപോയവരുടെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ പിരിഞ്ഞ് പിറ്റേ ദിവസം 12:30 മണിക്കാണ് ഞാൻ ഈ സാഡ് ന്യൂസ് അറിയുന്നത്, NF പോയി എന്നുള്ളത്. അതായത് 24 മണിക്കൂർ മുമ്പ് ഞങ്ങളൊരു 3 മണിക്കൂർ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് പറയുമ്പോൾ നമ്മുടെ ദേഹം എല്ലാം ഇങ്ങനെ കോരിത്തിരിക്കും. അപ്പോൾ അത് അദ്ദേഹം അറിയുന്നില്ല 24 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെന്ന്. ഞാൻ അന്ന് സ്കൂട്ടറാണ്, എനിക്കന്ന് കാറില്ല. പക്ഷേ എനിക്കന്ന് സ്കൂട്ടർ ഓടിക്കാൻ സാധിച്ചില്ല. ഞാൻ സ്കൂട്ടർ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് ഞാൻ ആലുവയിൽ പോയത്. കാരണം അത്രയും ഷോക്കായിപ്പോയ എല്ലാവരും ഷോക്കായിപ്പോയി. പക്ഷേ അത്ര മണിക്കൂറുകളിരുന്ന് ഞങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് ഒരു സംഭവം അഭിനയിച്ച് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറ എടുക്കട്ടെ. അപ്പോൾ ക്യാമറ ഗ്രൂപ്പ് എല്ലാം കാറിനകത്തിരിക്കുക. എനിക്ക് 3 മണിക്കൂറിൻ്റെ നഷ്ടമാണ്. പക്ഷെ എന്നാലും NF ആയിട്ടുള്ള ആ ഒരു വർത്തമാനത്തിൻ്റെ സുഖത്തിൽ ഞാൻ ഈ സാധനം ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ. NF പല രീതിയിൽ അഭിനയിക്കുന്നു, ഇതൊന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറയും. അപ്പോൾ വേണ്ടോ താൻ 1 മാസം കഴിഞ്ഞു വാ, അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ട് ഈ സാധനം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട്. സമകാലീനായ സുഹൃത്തായിട്ടുള്ള നിരവധി വേദികളിലൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ NF ഏട്ടനെ ഇപ്പോൾ പ്രിയപ്പെട്ട കലാഭവൻ അൻസാർക്ക ഓർക്കുന്നു. കലാഭവനിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മാട്ട പരിപാടികൾക്ക് പോകും. മാട്ട എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കിട്ടുന്ന പരിപാടി. കലാഭവനിൽ അന്ന് 100 രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ പേഴ്സണലായിട്ട് പോയി കഴിഞ്ഞാൽ 500 രൂപ 2 പേർക്ക് കൂടി കിട്ടും. അങ്ങനെ വർഗീസ് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതിനോട് സെക്രട്ടേറിയറ്റ് കോളേജ് തേവര കോളേജിലെ പരിപാടിക്ക് ഞങ്ങൾ സ്കൂട്ടറിൽ പോയി. എയർ ഇന്ത്യ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഓഫീസിൽ JM's ബെയറിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു ബെയറിംഗ് കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അവിടുന്ന് ഞാൻ വർഗീസിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ തേവര കോളേജിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടുവിടണമെന്നതൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് പോയി. അങ്ങനെ തേവര കോളേജിൽ പോയി ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ പ്രിസ്ക്രൈബ്ഡ് അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷയുടെ പരിപാടിയായിരിക്കും. അമ്മാവൻ ഫുൾ അമ്മാവൻ വരും, അങ്ങനെയൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അപ്പം വരുന്നത് നമ്മൾ ഒരു അപ്പം തോന്നുന്ന കോമഡികൾ ചിലപ്പോൾ പറയാറുണ്ട്. അങ്ങനെ ഞാനും വർഗീസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്തോ ഓർക്കാതെ പറഞ്ഞ ഒരു സാധനമാണ്. ഇത് കേട്ടോട് വർഗീസ് പൊട്ടി അങ്ങോട്ട് ചിരിച്ച്. വർഗീസിന് ചിരി അടക്കാൻ പറ്റില്ല. ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പഴയ സിനിമകളിട്ട് നോക്കിയാൽ അറിയാം, ഓപ്പോസിറ്റ് നിൽക്കുന്നത് കോമഡി ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ജഗദീഷോ ഇൻഡസെൻ്റേട്ടനോ മാളച്ചേട്ടനോ ഒക്കെ ആണെങ്കിൽ അവർ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന വർഗീസിൻ്റെ മുഖത്ത് ഒരു ചെറു ചിരി നമുക്ക് കാണാൻ പറ്റും. അത് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മറ്റേ ആളുടെ സജഷനിൽ ഷോട്ട് എടുക്കുമ്പോൾ അറിയാൻ പറ്റും വർഗീസിൻ്റെ മുഖത്തുള്ള ചിരി, ആ ഒരു ഇന്നസെൻസ് മുഖത്ത് കാണാൻ പറ്റും. അങ്ങനെ കോളേജിൽ വെച്ചിട്ട് ഞാനിത് പറഞ്ഞു, വർഗീസ് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു. ഇത് കേട്ടിട്ട് വർഗീസിൻ്റെ ചിരി കണ്ട് ഞാനും ചിരിച്ചു പോയി. എൻ്റെ ചിരി കണ്ട് കോളേജ് മുഴുവൻ ചിരിച്ചു, ഓഡിയൻസ് മുഴുവൻ ചിരിയായിരുന്നു. ഞങ്ങളും സ്റ്റേജിൽ അങ്ങോട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസ് വിചാരിച്ചത് അത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡെലിബറേറ്റ്ലി ചെയ്ത ഒരു സാധനമാണെന്ന് ഓഡിയൻസ് വിചാരിച്ചു. പരിപാടി ഭയങ്കര വിജയിക്കുകയും ചെയ്തു. പുള്ളി നമ്മൾ കോമഡി അരിസ്റ്റോകനും മറ്റൊക്കെ പറയുന്ന സമയത്ത് സാന്നിധ്യം പറയും, പുള്ളി സ്റ്റേജിൽ നിന്ന് ചിരിക്കും, സൈഡിൽ നിന്ന് ചിരിക്കും പുള്ളി. ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമർഷത്തിൽ ഞാനൊരു കോമഡി കളിക്കുന്നത്.
അപ്പോൾ വേറൊരു സ്ത്രീയും കൊണ്ട് വെള്ളമടിച്ച് പൂസായതായിട്ടാണ്. അത് വരുമ്പോൾ പുള്ളി സൈഡിൽ വന്നിരിക്കും. സൈഡിൽ വന്നിട്ട് ഞങ്ങൾ കാണിക്കുന്നത് പ്രേക്ഷകൻ ചിരിക്കുന്നതിനേക്കാൾ ഒച്ചത്തിൽ പുള്ളി ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ചിരി വരും. ഇയാളുടെ ചിരി കണ്ടിട്ട് അവിടെ ഞാൻ പിന്നീട് പറഞ്ഞു, താൻ നീ അവിടെ വന്ന് നിൽക്കരുത്, എന്നിട്ട് കുഴപ്പമുണ്ടാക്കരുത്, ഞങ്ങളിവിടെ ചെയ്ത് ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതൊന്നും വഴിക്കില്ല. അടുത്ത പ്രാവശ്യം പുള്ളി വന്നിരിക്കും. പുള്ളിക്ക് അത് ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയത്തോട് വലിയ കൊതിയുള്ള ആളാണ് ശരിക്കും. വേറെ ഒരു നടന്മാര് വലിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ട് പുള്ളി പറയാറുണ്ട് ഇങ്ങനെ, അതെന്ത് ഗംഭീര കഥാപാത്രം, അത് എനിക്ക് കിട്ടിയിരുന്ന വെച്ചെങ്കിൽ ഞാൻ വേറൊരു ലൈനിൽ അത് ചെയ്താനെ. അപ്പൊ എന്നിട്ട് പറയും, നടന്മാര് ഭിക്ഷാന്തേഹികളാണ്, അവരുടെ പാത്രത്തിലേക്ക് വീഴുന്ന കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആ കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ നമുക്കും പറ്റും എന്ന് പറഞ്ഞിങ്ങനെ കൊച്ചുകുട്ടികൾ കൊതിയോടെ പറയുന്ന പോലെ ചില കഥാപാത്രങ്ങൾ കണ്ടിട്ട് പുള്ളി പറയാറുണ്ട്. അത് അഭിനയത്തിനോടുള്ള അഭിനയിച്ച് കാണിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷം ഈ സാധനമുണ്ട്. ഈ ചിലരൊക്കെ ക്യാമറയുടെ ആക്ഷനും കട്ടിന്റെ ഇടയിലല്ലാണ്ട് വേറെ ഒന്നും അഭിനയിക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് വർത്താനം പറഞ്ഞ് പോവോ, അല്ലെ കഴിഞ്ഞത് കഴിഞ്ഞു വിട്ടു എന്നല്ലോ. പക്ഷെ വേറെ ചില ആക്ടേഴ്സ് ഇപ്പോഴും ചെയ്തതും ചെയ്യാത്തതും ചെയ്യാൻ പോകുന്നതും ഒക്കെ കാണുന്ന സദസ്സിലൊക്കെ ചെറിയൊരു അഭിനയ പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളുണ്ട്. ഇഷ്ടംപോലെ അങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും നമ്മുടെ ഓർമ്മയിലെത്തുന്ന പറയുന്ന ഒരു പരിപാടി ഒരു അനുസ്മരണമായിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. എനിക്കൊന്ന് NF ഏട്ടൻ്റെ അനുസ്മരണങ്ങളിൽ അദ്ദേഹം പോയ ശേഷം ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള രണ്ടുപേര് പ്രസാദേട്ടനും ചേവൂരേട്ടനും ആയിരിക്കും എവിടെ ഉണ്ടെങ്കിലും, അല്ലേ? ഞാൻ അതിനുശേഷം ഞാൻ തന്നെ നേരിട്ട് ആലുവയിൽ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തി. ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അന്ന് ഞാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ പുള്ളിയുമായിട്ട് പ്രസാദനെ വിളിച്ചിട്ടുണ്ട്. ഒരു പരിപാടി പ്രസാദനെ വിളിച്ചിട്ടുണ്ട് ഒരു വർഷം. പിന്നെ CL ജോസേട്ടൻ്റെ റേഡിയോ നാടകങ്ങളിൽ പുള്ളി ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CL ജോസേട്ടന് വലിയ ഇഷ്ടമാണ്. പുള്ളി ജോസേട്ടൻ പറയും, അവൻ്റെ ശബ്ദമുണ്ടല്ലോ, അതില്ലാതെ എനിക്ക് നാടകം കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റേഡിയോ നാടകങ്ങൾ പുള്ളി എഴുതി കഴിഞ്ഞാൽ അവരോട് പറയും, ഡയറക്ടറോട് പറയും, വർഗീസിനെ വിളിക്കണം എന്ന് പറയും. കാരണം ആ കഥാപാത്രം വർഗീസ് ചെയ്താൽ ആ ശബ്ദത്തിലൂടെ ഗംഭീരമാക്കും നാടകത്തിന്റെ ശബ്ദം. അതുപോലെ തന്നെ ഞാൻ ഈ പരസ്യ ചിത്രങ്ങൾ, അതുപോലെ എൻ്റെ ഡോക്യുമെൻ്ററികളുണ്ട്. സഖാവ് EMS ആബേലസിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി, എല്ലാ ഡോക്യുമെൻ്ററിയുടെ വർക്കും പുള്ളി സിനിമാ താരം ആകുന്നതിന് മുമ്പും അതിനുശേഷവും NF വന്നാണ് ശബ്ദം തരുന്നത്. വോയിസ് ഓവർ തരുന്നത്. അന്ന് പുള്ളി വാങ്ങണ കാശുണ്ടല്ലോ, അതേ പുള്ളി ഞാൻ ശേഷം വാങ്ങാറുള്ളൂ. സിനിമാ താരം പുള്ളി കൂടുതൽ വാങ്ങാറില്ല. ഒരു തുകയുണ്ട് ഞങ്ങൾ തമ്മിലുള്ള, അതങ്ങ് തന്നേക്കെന്ന് പറയും. ആ എമൗണ്ട് അല്ലാതെ പുള്ളി കൂടുതൽ വാങ്ങിച്ചിട്ടുമില്ല. ഈ പുള്ളിയുടെ ഉദ്യോഗം, പുള്ളി സിനിമയ്ക്ക് വേണ്ടി മാത്രം രാജിവെച്ച ആളാണ് കേട്ടോ. അതെ. എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് ചെറിയ 15ഓളം സിനിമകളിലും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, അങ്ങനെ തുടങ്ങി ബട്ടർഫ്ലൈസ് വരെയുള്ള സിനിമകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. അതെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ജെയിംസ് എഞ്ചിനീയറിംഗ് അല്ല, അതിനുശേഷം അല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറായിട്ട്. അയാൾക്ക് ഈ പറഞ്ഞ മാതിരി അതിന്റെ മാനേജർക്ക് ഈ ഇങ്ങനെ നാടകത്തിൽ പോണത് ഇഷ്ടമല്ല. മറ്റേ ഉദ്യോഗത്തിൽ തന്നെ പൂർണ്ണമായി കേന്ദ്രീകരിക്കണം എന്നാണ് പുള്ളിയുടെ നിർബന്ധം. അങ്ങനെ എനിക്ക് പുള്ളിയെ ബോംബെക്ക് ട്രാൻസ്ഫർ ചെയ്ത്. അപ്പോൾ പുള്ളി പറഞ്ഞ് നടക്കൂല, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗം കളയുമെന്ന് പറഞ്ഞു. പുള്ളി ഇത് എന്നോടൊന്ന് സംസാരിക്കുകയാണ്, എന്ത് ചെയ്യണം സേവി, ഞാൻ രാജിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പം ഞാൻ പറഞ്ഞ്, തനിക്കിപ്പോൾ ആ ഉദ്യോഗം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും, ഒരു സംശയം വിചാരിക്കാം. ഒന്നില്ലെങ്കിൽ തനിക്ക് അനൗൺസ്മെൻറ്റ് നടത്തി ജീവിക്കാൻ പറ്റും. കാരണം അന്ന് മിക്കവാറും ഈ പരിപാടികൾക്ക് അനൗൺസ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്ന പുള്ളിയാണ്. അല്ല സേവരേട്ടാ, വേറെ ഒരുപാട് ബിസിനസ് പുള്ളിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഷോപ്പൊക്കെ എറണാകുളത്തുണ്ടായിരുന്നു. അച്ഛനും ഉണ്ടായിരുന്നു, അച്ചാറിന്റെ ഒക്കെ ബിസിനസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടില്. എനിക്കും പുള്ളിക്കും അറിയാവുന്ന രഹസ്യ ബിസിനസ് ചെയ്ത് ഇത് അച്ചാറും മുളക് പൊടി അവിടെ തന്നെ ആലുവയില് വിനാഗിരി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ മുപ്പർക്കുണ്ട് പരിപാടി. ഞങ്ങൾ രഹസ്യം ചെയ്ത് പറയില്ല. അങ്ങനെയാണ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഉദ്യോഗം രാജിവെച്ചപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി ഉർവശി ഉപകാരം എന്ന് പറഞ്ഞ മാതിരി ആ സമയത്താണ് സിനിമ വരുന്നത്. അതെ അതെ അതെ. ഏതായാലും പ്രസാദേട്ട, NF ഏട്ടന്റെ ദീപ്തമായ ഓർമ്മകൾ കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഈ പരിപാടിയിൽ പ്രസാദേട്ടന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു. വളരെ നന്ദി. താങ്ക് യു. നമുക്കിപ്പം നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള അഭിനേതാവ് ഇർഷാദ് ഇപ്പൊ അദ്ദേഹത്തെ ഓർക്കുന്നു. NF ഏട്ടന്റെ ഏറ്റവും വലിയ
ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയായിരുന്നു. നമ്മളെപ്പോഴും തമാശക്കൊക്കെ പറയാറുണ്ട്, നമ്മളൊരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായെങ്കിൽ നമുക്കത് ഡബ്ബിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ ഡബ്ബിങ്ങിൽ പിടിക്കുന്നൊക്കെ പറയും. പക്ഷേ പുള്ളിക്ക് എപ്പോഴും തൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വേറെ കാണുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഡബ്ബിങ്ങിൽ ചില മാന്ത്രികതകൾ ഉപയോഗിക്കുമെന്നാണ് പുള്ളി ഈ നരസിംഹത്തിൻ്റെ സമയത്തൊരിക്കൽ ആ ലാലേട്ടനായിട്ടുള്ള സീനിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഡബ്ബിങ്ങിൽ ഞാൻ വേറൊരു സാധനം ഇടും. അപ്പോൾ ആ ഡബ്ബിങ് ശബ്ദം അയാൾക്ക് ആ മാന്ത്രിക ശബ്ദം നമ്മൾ വല്ലാതെ വശീകരിച്ചിട്ടുള്ള ഒന്നാണ്. മലയാളികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇപ്പോൾ മിമിക്രിക്കാരൊക്കെ ഏത് സമയത്തും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശബ്ദം കൂടിയാണ് NF ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശബ്ദത്തിൽ അയാൾക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ. വലിയേട്ടനിലെ മമ്പറം ബാവയുടെ അനിയൻ മമ്പറം സുബൈർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു എൻ്റെത്. ആക്ച്വലി രഞ്ജിത്തേട്ടൻ ആ സിനിമ ചെയ്യുമ്പോൾ മമ്പറം ബാവയുടെ മകനായിരുന്നു സുബൈർ എന്ന് പറയുന്ന കഥാപാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ NF പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയൊരു മകൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി എന്നാൽ പിന്നെ അനിയനാക്കാം, എന്തായാലും രണ്ടാളെയും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അനിയനാക്കുന്നത്. അത് ഒരു ചെറിയ ഞങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ ഒരു സീനുള്ളെങ്കിലും ആ ക്യാരക്ടർ ഇന്നും മലയാളികളുടെ മനസ്സിലുള്ളതാണ്. മമ്പറം ബാവയെ ഓർക്കുമ്പോൾ തന്നെ മമ്പറം സുബൈറിനെ ഓർക്കും. മമ്പറം ബാവ എന്ന് പറയുന്ന വലിയ NF. അപ്പോൾ ആ സിനിമയുടെ വലിയ വിഷയം തന്നെ നടക്കുക, അല്ലെങ്കിൽ ആ സിനിമ ടേണാവുന്നത് തന്നെ ഈ സുബൈറിൻ്റെ ഭരണത്തോടു കൂടിയിട്ടാണല്ലോ. അപ്പോൾ അതും എൻ്റെ സിനിമാ ജീവിതത്തിൽ NF കൂടെ NF അനിയനായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഇത്രയധികം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നോട്ടബിൾ ആയിട്ടുള്ള അംഗീകാരം നമ്മുടെ ഈ പറയുന്ന അവാർഡുകൾ എന്നൊക്കെ പറയുന്ന സെറ്റപ്പുകളിൽ അതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ദുഃഖം പല കാലങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ സേവ്യറിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പുള്ളി മാത്രമല്ല എല്ലാവർക്കും അല്ല, അത് വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ വർഗീസ് അഭിനയിച്ചുള്ള കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനുള്ള അർഹതയുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ നിർബന്ധമില്ല. അതെ, കാരണം എന്ന് വെച്ചാൽ ഒരു വർഷം തന്നെ അത്തരത്തിൽ അഭിനയ സാധ്യതയുള്ള വേറെ കഥാപാത്രങ്ങൾ, വേറെ ആക്ടേഴ്സ്. ഞാൻ പരാതി ഉണ്ടെന്നല്ല പറഞ്ഞ, വിഷമം ഉണ്ടെന്നാ പറഞ്ഞത്. അത് പരാതിയാണ് നമ്മളത്, അത് കിട്ടിയില്ലെന്നുള്ള പരാതി. അതിനോടനുബന്ധമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭിക്ഷാന്തേകിയെ പോലെയാണ് കഥാപാത്രങ്ങൾ വീണ് കിട്ടണം. ഏത് നടന്മാർക്കും നല്ലൊരു പെർഫോം ചെയ്യാനുള്ള കഥാപാത്രം വീണ് കിട്ടിയാലേ അവർക്ക് ആ മത്സരത്തിൽ അതിന് താഴെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗ്യം വേണം. എല്ലാം കൂടി ഒത്തടങ്ങുമ്പോഴല്ലേ അവാർഡ് കിട്ടുള്ളൂ. പിന്നെ ഇപ്പോഴൊക്കെ വേറെയും പല കാര്യങ്ങളും ഒത്തു കിട്ടണം. അല്ല, ജനങ്ങളുടെ അംഗീകാരത്തിലാവുന്നതും വേണ്ടല്ലോ. ജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും എല്ലാം വലിയ, അതിപ്പോ എന്താ വെച്ചാല് ഇതുപോലെ NF പറഞ്ഞാൽ 10 പേര് അറിയത്. ഇപ്പോഴും നമ്മൾ ഇപ്പോഴും പരിപാടി ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നമ്മൾ ഇത്ര നേരം പരിപാടി ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതേ ഉള്ളൂ. മനുഷ്യരറിയുക, നമ്മളിങ്ങനെ ഒരാളിങ്ങനെ ജീവിച്ചിരുന്നത് മറ്റുള്ള ഒരു പറയാനിടയായാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അവാർഡ് ഇവരുടെ അവാർഡൊക്കെ അവിടെ വെച്ചോട്ടെ. NF എന്ന നടന്റെ ഓർമ്മകളുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യകാലം മുതൽ ഒരുപക്ഷെ ദീർഘകാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിച്ച, ദീർഘകാലമായി നാടകരംഗത്തും അല്ലാതെയും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സേവ്യരേട്ടൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു. സേവ്യരേട്ട, ഹൃദയപൂർവ്വം നന്ദി നിങ്ങളുടെ സാന്നിധ്യം. താങ്ക് യു. ഓർമ്മയിലെന്നും NF എന്ന ഈ ലക്കത്തിൽ ഇനി ഞാൻ 2 പേരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒരാൾക്ക് കൂട്ടായിട്ടാണ് വരുന്നത്. കാരണം അതിലൊരാൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട NF ഏട്ടൻ്റെ സഹധർമ്മിണിയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളിൽ അങ്ങനെ പോയി പരിചയമില്ല, ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്ന് പറഞ്ഞു. മറ്റൊരാൾ NF ഏട്ടനോടൊപ്പം ഒരുപാട് കാലം ഉണ്ടായിരുന്ന, തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന ഒരു കുടുംബാംഗത്തെ പോലെ ആ വീടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ 2 പേർ, പ്രിയപ്പെട്ട എബിച്ചേട്ടനെയും NF ഏട്ടൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള റോസി ചേച്ചിയെയും ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എബിച്ചേട്ടൻ NF ഏട്ടന്റെ, ജനാഞ്ചേട്ടൻ NF ഏട്ടന്റെ ഒരു സന്തത സഹചാരിയൊക്കെയാണ്. ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഒരു PRO ആയിട്ടൊക്കെ നിൽക്കുന്നു. ഒരു വലിയ സാമൂഹ്യ സേവകനാണ്. വിപ്ലവകരമായിട്ടുള്ള പല പരിപാടികളും കാണിക്കുന്ന ഒരാളാണ് എബിച്ചേട്ടൻ എന്ന് പറയുന്നത്. ജനാർദ്ദനേട്ടൻ ഞങ്ങൾ വന്ന് തുടക്കത്തിൽ പറഞ്ഞു, ഒരു പുഴയറമ്പത്ത് പോയി ഒരു ചൂണ്ടയിട്ട
കഥയൊക്കെ പറഞ്ഞു, അന്ന് കണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? ആ ജനാചേട്ടൻ വന്നൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ വീട്ടില്? എന്നെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞു. എന്നെയും വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പറയും, വാ ഇടക്ക് വൈകുന്നേരം ഇറങ്ങുക, പുഴയുടെ തീരത്ത് നമുക്ക് അവിടെ വർത്താനം പറഞ്ഞിരിക്കുക, ചൂണ്ടയിടാന്നൊക്കെ പറഞ്ഞു. എപ്പോഴും വിളിക്കും. അതാണ് നമ്മളെ വിളിക്കാനുള്ള ചൂണ്ട. അതിട്ടിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അല്ല, എന്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, സിനിമയില്ലെങ്കിലും ആലുവപ്പുഴയിലും മീനുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പിടിച്ചു വിളിക്കുന്ന അത്ര ധൈര്യമുള്ള ആളായിരുന്നു. വളരെ ഒപ്റ്റിമിസ്റ്റ് ആയിരുന്നു ജീവിതത്തിൽ. നല്ല സെൽഫ് കോൺഫിഡൻസും ഉണ്ടായി. അതായത് ഒരു ഇന്റർവ്യൂവിന് ചെന്നാൽ പോലും മറ്റൊരാൾക്ക് അത് ചെയ്യാമെങ്കിൽ എനിക്കത് ചെയ്യാം, ആ ഒരു മെന്റാലിറ്റിയാണ് ജീവിതത്തിലെല്ലാം. പക്ഷെ ഞാനൊക്കെ നേരെ തിരിച്ച, അവരൊക്കെ വലിയ ആൾക്കാർ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ പറയും, നിന്റെ ഈ ചിന്താഗതി തന്നെ മാറ്റണം ജീവിതത്തിൽ രക്ഷപ്പെടാൻ എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. അങ്ങനെ അത്ര ധൈര്യവും ഒരു എന്താ പറയാ, ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെ വേറെ. എന്ത് വന്നാലും ഒരു കുലുക്കമില്ല, ടെൻഷനൊന്നുമില്ല. ടെൻഷനുണ്ട്, പക്ഷെ ഞാനത് മാനേജ് ചെയ്യും എന്നുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസവും എന്നും ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്യില്ലായിരുന്നു ചേട്ടൻ? കിളച്ച് തെങ്ങിന്റെ കടയൊക്കെ കിളക്കുക, അത് കൃഷിയേക്കാൾ ഉപരി എക്സർസൈസിന് വേണ്ടിയിട്ടാണ്. NFAന്റെ ഫുൾ ഫോം എന്നാണ് ഞാൻ മനസ്സിൽ കണ്ടേക്കുന്നത്, നേച്ചർ ഫ്രണ്ട് എന്നാണ്. ജോൺ പോൾ സാറ് പറഞ്ഞത് ഒരു പടക്കുതിരയെ പോലെയാണ് എന്നാണ്. ഈ തളരില്ല എന്ന് പറഞ്ഞ കുതിച്ചു മുന്നേറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പല് കൊണ്ട് ഏത് വഴിയാണേലും ഒരു കരിയറിസ്റ്റ് എന്ന് നമുക്ക് ഒരു അതെ, പുള്ളിയുടെ പാഷൻ അതായിരുന്നു. അപ്പൊ എനിക്കറിയില്ല, എന്നെ കല്യാണം കഴിക്കുമ്പോ ഇവിടെ ഒരു ബോംബെ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. നാടകക്കാരനാന്ന് അറിയത്തില്ല അല്ലേ? നാടകക്കാരനാന്ന് അറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ടീമിൽ കളിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ വിചാരം ഈ പള്ളി പെരുന്നാളിനൊക്കെ നാടകം കളിക്കും. എനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണോ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണോ? എനിക്കും അറിയില്ലായിരുന്നു. സത്യമാണ്, സത്യം. കാരണം ജനാർദ്ദൻ ചേട്ടാ, ഇതൊരു 6 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം. പക്ഷെ ഇന്നത്തെ പോലത്തെ പ്രണയമല്ല അന്ന്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പയ്യന്റെ ബാങ്ക് ബാലൻസോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉളിയന്നൂർ ഒരു ഐലൻഡാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങള് കാത്തലിക്സ് ആണെങ്കിൽ ഞങ്ങള് 2 ഗ്രൂപ്പാണ്, അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവരുടെ വീട്ടിൽ ഫസ്റ്റ് വന്നിട്ട് എന്റെ അപ്പൻ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് വർഗീസിന്റെ വീടും ഇതൊക്കെ നിനക്ക് അറിയാൻ വേണ്ടായില്ല. എനിക്കറിയില്ല. അപ്പൊ എങ്ങനെ 6 കൊല്ലം പ്രേമിച്ചിട്ട് ഇത് അറിയാം? 6 കൊല്ലം പ്രേമിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴേ പുള്ളി അവിടെ ബികോമിന് വന്ന് ചേർന്നത്. UC-യിൽ ബികോം ഇല്ലാത്തതുകൊണ്ട് വന്നതാ. ഞാൻ പിന്നെ എന്റെ വീടിന്റെ അടുത്താണ് ശങ്കര കോളേജ്. അങ്ങനെ പഠിച്ചപ്പോ ഈ ഇലക്ഷൻ സമയത്ത് ബോയ്സിനൊക്കെ പെമ്പിള്ളേര് ഇരിക്കണ ആ ഗ്രൗണ്ടിലൊക്കെ വരാം, വെയിറ്റിംഗ് റൂമിന്റെ ചുറ്റും. അങ്ങനെ വന്നപ്പോ ഇയാളിങ്ങനെ ഭയങ്കര നല്ല കുട്ടിയായിട്ട് വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പോയി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പിന്നീട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഇഷ്ടമാണെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല, ഞാൻ പഠിക്കാനാണ് വന്നിരിക്കണ കോളേജിൽ, ഈ വക ഇതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിയല്ലേ, പുള്ളി ആരെയും വീഴ്ത്തും. പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയായിരുന്നു, എന്നെ ഒന്നല്ല. അങ്ങനെ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പോയി. പിന്നെ ഞാൻ ആ കോളേജിൽ BA ചേർന്നു. ഞാൻ ചേരാതിരുന്നെങ്കിൽ ചിലപ്പോ ആ പ്രേമം അവിടെ വെച്ച് അവസാനിച്ചേനെ. അങ്ങനെയാണ്. അപ്പൊ പ്രീ ഡിഗ്രിക്ക് അന്ന് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഇത് പ്രണയമാണെന്ന് സമ്മതിച്ചത് എപ്പോഴത്തേക്കായി? ഡിഗ്രിക്ക് പിന്നെ ഞാൻ വന്ന് ചേർന്നു. അപ്പൊ പിന്നെയും പുള്ളി പഴയ സ്നേഹമൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെയാണ്. പിന്നെ 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 അന്നേ ചൂണ്ടോട്ട് കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ പറയേ, എന്നോട് എന്ത് നന്നായിട്ട് പെരുമാറിയിരുന്ന ആളെ എന്നെ വഴക്കൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരെ, ഞാൻ കരയും. എന്നോട് ഒരു നല്ല വാക്കും പറയണില്ല എന്ന് പറയുമ്പോൾ, എടി ചൂണ്ടയൊക്കെ ഒരുത്ത മീൻ ആരെങ്കിലും ഇനി എര ഓർക്കുമെന്ന് ചോദിക്കുമായിരുന്നു എന്നോട്. ചൂണ്ടയുണ്ട് ചൂണ്ടയിലാ നിൽക്കുന്നത്. വിവാഹം വിവാദമായിരുന്നില്ലല്ലോ അല്ലേ? വിവാദമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു ഗൾഫുകാരനായിട്ട് എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ പോകണം. അപ്പം അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റൂല, എനിക്കിങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പൻ പറഞ്ഞു നീ എന്ത് ഭ്രാന്തായി പറയണേ, നീ ഇങ്ങനെ പലരുടെയും പേര് പറയും, അവരുടെയൊക്കെ വീടുകളിൽ എനിക്ക് അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂത്ത 5 പെൺമക്കളാണ്, ഇളയത് എനിക്കൊരു ബ്രദറുള്ളൂ. അപ്പം അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ ചേട്ടന്മാരൊക്കെ ആയിട്ട് ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് വല്യപ്പൻ്റെ മോൻ ഹോട്ടൽ അരോമയിൽ വർഗീസുമായിട്ട് വന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ അവർ കുറേ ഇതൊക്കെ പറഞ്ഞു, ഞങ്ങൾ വലിയ ആളുകളാണ്, നിങ്ങൾക്കൊന്നും കെട്ടിച്ചേരാൻ പറ്റില്ല. അതിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ വർഗീസ് പറഞ്ഞു എനിക്കുണ്ട് ഒരുപാട് വലിയ കുമ്പത്തെ റിലേറ്റീവ്സൊക്കെ, ഒരു കാര്യമില്ല, ഞാൻ പണിയെടുത്ത് എനിക്ക് ജീവിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടിലൊന്നും ഒരു കാരണവശാലും അവന് കെട്ടിച്ചു കൊടുക്കരുത്, അവൻ ഭയങ്കര
ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അപ്പനും പറഞ്ഞു ഇങ്ങനെയൊക്കെ അവൻ പറയണേ, നീ എന്തുദ്ദേശിച്ചിട്ടാ. പിന്നെ നാടകത്തിൽ അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കഷ്ടകാലത്തിന് അന്നൊരു നാടകത്തിലൊരു ഫോട്ടോ ഏതോ ഒരു നടീനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് പേപ്പറിൽ വന്നു. അത് ഹിന്ദുവിലും വന്നു, മനോരമയിലും വന്നു. ഞാനത് കണ്ടു. എനിക്കത് അപ്പൻ കാണല്ലേ എന്നാണ്. അപ്പനാണെങ്കിൽ ഞാനത് കാണല്ലേ എന്നാണ്. ഞങ്ങൾ രണ്ടാൾക്കും പേടിയായി. അപ്പോൾ അപ്പൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് നാടകക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഇങ്ങനെ റിലേഷൻസൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ പോവാം, കുറച്ച് കഴിയുമ്പോൾ നിന്നെ വേണ്ടാന്ന് വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു പണി ചെയ്തതിന് കെട്ടിക്കണ്ട, പക്ഷെ വേറെ ആരും എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് വിവാദം ഉണ്ടായി, അത്രേ ഉള്ളൂ. അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നതും. അപ്പൊ വിവാഹത്തോടു കൂടി നാടകക്കാരനാണ്, മിമിക്രിക്കാരനാണെന്നൊക്കെ. വിവാഹം ഏത് വർഷമായിരുന്നു? 78-ല്. 78-ല്. അത് കഴിഞ്ഞ് 93-ലാണ് സിനിമയിൽ വരുന്നത്. അതെ അതെ അതെ. അല്ലേ? അതിന് അല്ല, സിനിമയിൽ വരാതിരുന്ന എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് 4 കുട്ടികളുണ്ടായി വിത്തിൻ 7 years. അപ്പൊ നല്ല ഭാരമുണ്ടല്ലോ, കുടുംബമൊക്കെ നോക്കണ്ടേ. ഞാൻ ജോലിക്കൊന്നും പോണില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളി ഞങ്ങളൊന്ന് സെറ്റിൽഡ് ആക്കിയിട്ട് സിനിമയിൽ പോകാനിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് തുടങ്ങി പത്മയുടെ അവിടെ എറണാകുളത്ത്. അപ്പൊ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അത് നോക്കണം. അന്ന് ഞാൻ നേരാണ് എന്തോന്ന് സുനിലിന് അത് കിട്ടല്ലേ എന്ന് വെച്ചാൽ, അത് കിട്ടിയാൽ ഞാൻ എന്ന് എറണാകുളത്ത് വരണ്ടേ, എനിക്ക് മക്കളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. പക്ഷെ അത് കിട്ടി, ആ റൂം കിട്ടി. അപ്പൊ അവിടെ ഫോട്ടോസ്റ്റാറ്റ് തുടങ്ങാനുള്ള മുറി കിട്ടി. അങ്ങനെ 5 വർഷം അവിടെ ഫോട്ടോസ്റ്റാറ്റ് നടത്തി. ഞാൻ നല്ല രീതിയിൽ നടത്തിയത്, എൻ്റെ പേടിയൊക്കെ പോയി. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കുറച്ച് അപ്പം JMC മാറി കോന എലിവേറ്റേഴ്സിലേക്ക് പുള്ളി ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇവരും ഇവിടെ വന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് പുള്ളിനെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പുള്ളിക്ക് എറണാകുളം വിട്ടു പോകാൻ പറ്റൂല. അപ്പോൾ എന്നെ പെട്ടെന്ന് ഫോട്ടോസ്റ്റാറ്റ് ഞങ്ങളുടെ കടയിൽ വന്ന് വിളിച്ചിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. എന്താ നിൻ്റെ അഭിപ്രായം? അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ എന്നോട് അഭിപ്രായം ചോദിക്കണേ? എൻ്റെ അപ്പൻ പറയും എപ്പോഴും, വർഗീസ് എല്ലാവരോടും അഭിപ്രായം ചോദിക്കും, പക്ഷേ സന്തോഷം പോലെ കാര്യം നടത്തുള്ളൂ. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത്, എങ്ങനെ വീണാലും 4 കല്ല് വീഴുമെന്ന് എനിക്കറിയാം. അങ്ങനെ ആ ജോലി റിസൈൻ ചെയ്തു. അപ്പോഴേക്കും ഫോട്ടോസ്റ്റാറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് കുറച്ച് പോയത്. അപ്പോൾ അതിന് മുമ്പ് മികായലിൻ്റെ സന്തതികളും, റോസസ് ഇൻ ഡിസംബറും, പിന്നെ ഇത് ഞങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞൊരു ചെറിയ ടെലിഫിലിം, അങ്ങനെ കുറച്ചൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെയാണ് സിനിമ. പിന്നെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, പൂവിന് പുതിയ പൂന്തിനുള്ള, അതിലൊക്കെ കൊച്ചു കൊച്ചു റോളുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും അത്ര കളക്ട് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ്. പടങ്ങൾ കളക്ട് ചെയ്തല്ല, ഈ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നില്ല. ആയിരുന്നില്ല. പടം ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും അതിലെ ഈ കഥാപാത്രങ്ങൾ ചെറിയ ചെറിയ ഒരു സീൻ അരസീൻ വേഷങ്ങളായോണ്ടായാലും പുള്ളിക്ക് ഏറ്റവും സങ്കടം, പുള്ളി നന്നായി ചെയ്ത പോസിറ്റീവ് വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇപ്പൊ പ്രദർശനത്തിലെ പൈലിയാശൻ, സമ്പ്രദായത്തിലെ സെയ്താലിക്ക, പിന്നെ സ്ഫടികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. സ്ഫടികം നല്ല പോസിറ്റീവ് റോളായിരുന്നു. അങ്ങനെ കുറച്ച് സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ ഭയങ്കര സങ്കടമായിരുന്നു. എന്നും പറയും, ഞാൻ നന്നായി ചെയ്തു, ഒന്നും സിനിമ കളക്ട് എന്നുള്ളൊരിത് വരും. ചേട്ടന് അയലോക്കത്തായിരുന്നു, ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ടായിരുന്നു, അതോ വന്നു താമസിച്ചാണോ? ഇല്ല, ഞാൻ ഓൾറെഡി, അതായത് ഇപ്പൊ ഈ ഉള്ളിരിക്കുന്ന സ്ഥലത്തായിരുന്നു വർഗീസാറിന്റെ തറവാട്. വർഗീസാറിന് ജോലിക്ക് പോകാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഈ ഇപ്പുറത്തെ കരയിലേക്ക് താമസം മാറി. എൻ്റെ വീടിൻ്റെ അടുത്തേക്കൊക്കെ താമസം മാറി. ഞാനൊക്കെ അന്ന് വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ റോട്ടിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വളരെ ആരാധനയോടെ കണ്ടു നിൽക്കുന്ന ഒരാൾ വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കനാലുണ്ട്. ഈ കനാലിലേക്കാണ് കുളിക്കാൻ പോകുമ്പോൾ വർഗീസാറിന് ആ കനാൽ വഴിയാണ് നടന്നു പോണത്. അപ്പം ഞങ്ങൾ ഈ ഒരു ഇന്ന് സിനിമാക്കാരെ കാണുന്ന പോലെ തന്നെ വലിയൊരു ആരാധനയോടെ കടന്നു പോകുന്ന വ്യക്തിയാണ് വർഗീസാറിനെ കണ്ടത്. അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവ വേദികളിലൊക്കെ മിമിക്രി, മോണാക്ട് ഒക്കെ ചെയ്യാനുള്ള താല്പര്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 8ാം ക്ലാസ് ഒക്കെ സാഹചര്യമാകുന്ന സമയത്ത് അന്ന് ഓഡിയോ കാസറ്റൊക്കെ ഒരുപാട് പബ്ലിസിറ്റി ഉണ്ട്. അപ്പോൾ ഓഡിയോ കാസറ്റുകളൊക്കെ സ്വന്തം നമ്മുടെ വീട്ടിലില്ലെങ്കിലും ഏതെങ്കിലും ഓഡിയോ കാസറ്റ് കടയിൽ അത് ഇട്ടിട്ട് പ്ലേ ചെയ്യുമ്പോൾ അവിടെ പോയി ഇന്ന് കേൾക്കും. ഒരാളൊന്നുമല്ലോ, പണ്ട് ഇങ്ങനെ കാസറ്റ് അത് കേട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, കുറേ പേര് കൂടി നിന്നൊക്കെ കേൾക്കണത്. ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഞാൻ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന 1-2 മിമിക്രികളൊക്കെ എടാ, ഇത് ഇങ്ങനെ 1-2 സാധനങ്ങൾ ചെയ്താലേ ജനം ശ്രദ്ധിക്കുള്ളൂ എന്ന് മനസ്സിലായി. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളല്ലാതെ ഇങ്ങനെ ചെയ്താലും ജനം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കൽ റിസറിൻ്റെ വീട്ടിൽ ചേട്ടനാ ചെയ്ത വലിക്കാരൻ ചാക്കോ അല്ലേ, ഒരു നാടകത്തിനല്ലേ, അതിന് അത് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ വേണം, നിനക്ക് പറഞ്ഞു തരാമല്ലോ, കുഴപ്പമൊന്നുമില്ല. കാരണം വർഗീസാറിന് സ്വന്തമായിട്ട് സാധനമാണ് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ. ആ സംഭവം വർഗീസാറിന് പറയാതെ ഞാൻ പറഞ്ഞുതരാം, നീ എഴുതിയെടുത്തോന്ന് പറഞ്ഞു. അതൊരു 3-4 തവണ പറഞ്ഞു തന്നിട്ടും എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല. പകുതി വെച്ച് എഴുതുമ്പോഴേക്കും പറഞ്ഞു വേണ്ട ഏട്ടാ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ കണ്ടതാ, ഇതെന്തായാലും വർഗീസാറിൻ്റെ നിന്ന് കോപ്പി ചെയ്ത് എനിക്ക് പറ്റില്ല. കാരണം ആ ഒരു സംഭവം പറയാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നും വർഗീസാറിനല്ലാതെ ആരും പറയാൻ പറ്റില്ല. ഞാൻ ചിന്തിരിക്കുമ്പോൾ പുള്ളി ടീപ്പോയിൽ ഞാൻ പേപ്പർ വയ്ക്കും, ഓപ്പോസിറ്റ് കസേരയും വരുന്നുണ്ട്, പുള്ളി അങ്ങോട്ട് തുടങ്ങും.
കർത്താവണെന്നിലേക്ക് മരിച്ചോണ്ടെങ്കിൽ ഏറിയ തരം കോള വന്നിട്ട് ഇടിപതിരിപ്പെടാൻ മൂക്കലും വിറക്കണ കർത്താവ് പുല്ലുവിക്കേണ്ട കട്ടോണ് എന്നാൽ 1 കിലോ കപ്പ് ഓടിക്കേണ്ട പാടാൻ എനിക്കറിയാം അതുകാട് കൊണ്ടുവന്നില്ല അരിമനെ പച്ചക്കറി തിന്നെയാണ് അതിൽ എൻ്റെ ചുണ്ടിൽ ചന്ദ്രശേഖരമില്ല കട്ടോണ് അതും കൂടി കൊണ്ടുവന്നില്ല അരിമനെ പച്ചക്കറി തിന്നെയാണ് എന്നാൽ ആവതമില്ലാത്ത അപ്പൻ്റെ മക്കളാണ് ആരുടെ എന്ന് പറഞ്ഞ് പുള്ളിയോട് വെള്ളം പോലെ പറയുമ്പോൾ ഞാനും സ്വപ്നം പോലെ കേട്ട് നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വർഗീസേട്ടൻ എന്നൊരു കലാകാരൻ്റെ വർഗീസേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ വർഗീസേട്ടനോടൊപ്പം ഒരുപാട് സ്റ്റേജുകളിൽ പങ്കെടുത്തുള്ള നമ്മൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഹരിശ്രീ കാലഘട്ടം അത്രയും ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ പ്രിയപ്പെട്ട ഹരിശ്രീ അൻസാറൊക്കെ ഇപ്പോൾ വർഗീസേട്ടനെ ഓർക്കുന്നു. ഒരു 3-4 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഹരിശ്രീയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ വർഗീസേട്ടൻ എന്നെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്നെ വർഗീസേട്ടനാണ്. അപ്പോൾ വർഗീസേട്ടൻ്റെ വീട്ടിൽ കമ്പനിപ്പടിയിലുള്ള വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വർഗീസേട്ടൻ്റെ ഒരു ജുബ്ബ എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു, ഷണായ്സിൻ്റെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, ആ ഓഡിറ്റോറിയത്തിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തുടങ്ങിയ സൗഹൃദം ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയിരുന്നു. ഈ അശോകൻ ചേട്ടനും ദിലീപേട്ടനൊക്കെ സിനിമ വർക്കുകളൊക്കെ ആയിട്ട് പോയിട്ട് വന്നതിന് ശേഷം വിശേഷങ്ങൾ പറയുന്നത് പോലെ തന്നെ വർഗീസേട്ടനും സിനിമ ലൊക്കേഷനിലുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അപ്പം അതിൽ ആകാശദൂതിൽ അഭിനയിച്ച് വന്നതിന് ശേഷം വർഗീസേട്ടൻ അതിലുണ്ടായ ഓരോ സീനുകളിലും വർഗീസേട്ടൻ അഭിനയിച്ച ഓരോ സീനുകളൊക്കെ പറയുകയും അതുപോലെ തന്നെ അഭിനയിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ബീഡി ചുണ്ടിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്ന ഒരു സ്റ്റൈല് ചെയ്യുന്നുണ്ട്. അതൊക്കെ വർഗീസേട്ടൻ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് അത് ചെയ്ത് കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ആകാശദൂത് എന്ന് പറയുന്ന സിനിമ വർഗീസേട്ടൻ്റെ ആദ്യത്തെ അല്ല എങ്കിൽ തന്നെയും ഒരു വലിയ ഒരു കഥാപാത്രം കിട്ടിയ ഒരു സിനിമയായിരുന്നു. വില്ലൻ കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ ക്യാരക്ടർ റോളുകൾ ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ വർഗീസേട്ടൻ വളരെ നന്നായിട്ട് നർമ്മം, തമാശ നന്നായിട്ട് ചെയ്യുന്ന ഒരു അഭിനേതാവ് കൂടിയായിരുന്നു. അശോകൻ ചേട്ടനായിരുന്നു ഹരിശ്രീയിൽ കോമഡി ലീഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അശോകൻ ചേട്ടൻ ഇല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ അശോകൻ ചേട്ടൻ ചെയ്തിരുന്ന ആ ലീഡിങ് കോമഡി ക്യാരക്ടറുകളെല്ലാം വർഗീസേട്ടൻ ചെയ്യുമായിരുന്നു. വർഗീസേട്ടൻ ഇപ്പോൾ ഈ ക്യാരക്ടർ റോളുകളും വില്ലൻ റോളുകളും ഒക്കെയാണ് സിനിമയിൽ കണ്ടിട്ടുള്ളത് എങ്കിൽ തന്നെയും വർഗീസേട്ടനിൽ തമാശ കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഫ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ അതായത് വർഗീസ് പാൻസാർ പറഞ്ഞ പോലെ വർഗീസേട്ടനും അശോകനോട് ചേർന്നിട്ടുള്ള ഒരു കയ്യില്ല പ്രസംഗം അല്ലേ ചേച്ചി? ആ ഐറ്റം നമ്മളിപ്പോൾ സാധാരണ സ്റ്റേജിൽ എന്തൊരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അതേ സ്ഥലത്താണെങ്കിലും ഒരു ജില്ല മാറിയെങ്കിലും ആരെങ്കിലും അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്, ഇല്ലെങ്കിൽ അവിടെ കണ്ടായിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് കളിച്ച് നോക്കാറുണ്ട്, പോവുക. പക്ഷേ ഈ ഒരു സാധനം പലരും ശ്രമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ കയ്യില്ലാ പ്രസംഗം വർഗീസേട്ടനും അശോകനും ചെയ്യുന്ന ആ ഒരു സംഭവം, അതായത് ആ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ആ മൂക്കിപ്പിടി ഇടുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്, വളരെ നേച്ചുറാലിറ്റി ആയിരുന്നു. അത്രയേറെ അസാധ്യമായിട്ടും നമുക്കത് ഒരു കയ്യില്ലാ പ്രസംഗത്തിന്റെ ഒരു റിഫൈൻഡ് വെർഷനാണ് ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ശങ്കരാടി ചേട്ടന്റെ ഇവര് വായിൽ സിഗരറ്റ് വെച്ച് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്ന സീൻ ഇവര് സ്റ്റേജ് ചെയ്തോണ്ടിരുന്ന ഐറ്റത്തിന്റെ ഒരു വെർഷനായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. മോള് പിന്നീട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങി പ്യാലി എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതിന് കുറെ അംഗീകാരങ്ങൾ കിട്ടി. ആ കുട്ടിക്ക് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടി. എനിക്ക് അങ്ങനെ ഓൾ ഇന്ത്യ ബേസിലാണ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. NF പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു? ഇല്ല 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 ഇല്ല, ഫർഗീസ് പ്രൊഡക്ഷൻസ് എന്നാണ് അതിന്റെ പേര്. നല്ല ക്ലീൻ സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, സസ്പെൻസ് ഇല്ലാതെ പോയി. പിന്നെ ഇതൊന്നുമില്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റിയ മസാലയൊന്നും അതിലധികം ഉണ്ടായില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ഈ ഞാൻ വിളിക്കുമ്പോഴേക്കേ ഞാൻ ഇവിടെ ഒന്ന് എന്താ ചെയ്യണ്ടേ പറയട്ടെ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച ചേച്ചി ഭയങ്കര റിവ്യൂ ഒക്കെ പറയുന്ന സിനിമയുടെ എന്താ പ്രശ്നം തന്നെ. അപ്പൊ നിങ്ങള് സിനിമയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമായിരുന്നോ വീട്ടിൽ? വന്ന എല്ലാം എന്നോട് പറയും എങ്ങനെ അഭിനയിച്ചു. അപ്പൊ ഈ മുസ്ലിം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ പുള്ളിയുടെ ചുണ്ടിച്ചിരി ഇങ്ങോട്ട് പോരും. അപ്പൊ ഞാൻ പറയാം അത് അത്ര വേണ്ടെന്ന്, അതെന്നെ അഭിനയിച്ച് കാണിക്കും. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോഴേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. എന്താന്ന് വെച്ചാൽ ഇതൊരു 10 പ്രാവശ്യം എൻ്റെ അടുത്ത് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ആ കഥ മുഴുവൻ പറയും, വന്ന് കഥയൊക്കെ പറഞ്ഞ് അഭിനയം പറഞ്ഞ് അത് ആ ട്രോളി ഷോട്ടാണ് മറ്റേ ഷോട്ട്. ഞാൻ പറയും ഞാൻ സിനിമ കാണിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്ന്. പിള്ളേരോട് അധികം പറയില്ലായിരുന്നു. പിള്ളേർ പഠിക്കണം എന്നുള്ളതായിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻ ആയിരുന്നു വീട്ടിൽ. അവർക്ക് പേടിയാണ്. ഞാൻ പറയും പുള്ളിയുടെ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേക്ക് ഈ പൂച്ച എലി ഓടിക്കണ പോലെയാണ് എല്ലാം കൂടെ കിടന്നതെന്ന് വെച്ചാൽ യൂണിഫോം മാറിയിട്ടുണ്ടാവില്ല,
ചോറ് പാത്രം വെച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അടി കിട്ടും. ചൂരിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അപ്പം തന്നെ അടി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസിപ്ലിനിലാണ് പിള്ളേരെ വളർത്തിയത്. ഞാൻ പിന്നെ ചെന്ന് പറയും, അയ്യോ എൻ്റെ മക്കളെ തല്ലല്ലേ എന്നൊക്കെ. എന്നാലും പറയും അപ്പൻ എന്ന് പറഞ്ഞൊരു ടെററായിരിക്കണം എന്ന് എന്നോട് പറയുമായിരുന്നു. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്, അത് സത്യമാണത്. ഇപ്പൊ ഒരുപാട് ഫ്രീഡം കൊടുത്തപ്പോ എന്തുവന്ന അപ്പന്മാർക്ക് നോ പറയാൻ പറ്റണല്ലേ മക്കളുടെ അടുത്ത്, പേരൻസിന്. ഞാൻ ആ വീടുമായിട്ടുള്ള ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ വർഗീസിനെക്കാളും മികച്ച അഭിനയത്തിലാണ് ഇരിക്കുന്നത്. വർഗീസനെ അത് അഭിനയിച്ച് കാണിച്ചു കഴിയുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയണമെങ്കിൽ അത്രയും കഴിവ് വേണമല്ലോ. അപ്പൊ അതായത് വർഗീസിനെക്കാളും മെയിൻ ആയിട്ടുള്ള ആളാണ് എന്റെ കാഴ്ചപ്പാടില്. വർഗീസേട്ടൻ പൊട്ടിച്ചിരിച്ച ഒരു തമാശയുണ്ട്. അതായത് വർഗീസേട്ടൻ അങ്ങനെ കൂടുതൽ ഈ വില്ലൻ വേഷങ്ങൾ അറിയപ്പെടുന്ന പുള്ളിക്ക് ഒത്തിരി ഇഷ്ടക്കുറവുള്ള സമയമാണ് ചിലപ്പോഴൊക്കെ. വർഗീസേട്ടൻ അഭിനയിച്ച സിനിമ ആദ്യം കണ്ടത് ഏതാണ്? ആകാശദൂത കണ്ടത്. അതിന് മുമ്പത്തെ ചെറുകിട വേഷങ്ങളൊന്നും അത് കണ്ടിട്ടില്ലായിരുന്നു. ആകാശദൂത് പോയത് പുള്ളിക്കാരൻ്റെ സിസ്റ്ററുടെ കൂടെയാ. പുള്ളിക്കാരിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് പോയത്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ പോകുമൊന്നും വേണ്ട, അത് അങ്ങനത്തെ ഒരു റോളാന്നൊക്കെ പറഞ്ഞു. പിന്നെ സല്ലാപം റിലീസായപ്പോൾ പറഞ്ഞു മക്കളെ കാണിക്കരുതിട്ടോ എന്ന്. പക്ഷെ അതിന്റെ കാസറ്റ് ആരോ വീട്ടിൽ കൊണ്ടുകൊടുത്ത് മക്കളെല്ലാം കണ്ടു. അവർക്കതൊന്നും ഒരു ഇഷ്യൂ അല്ല, അവർക്കത് ഒരു പ്രശ്നമേ അല്ല. മോനെ അഭിനയിപ്പിക്കാൻ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അവന് ഇഷ്ടമുണ്ടായില്ല. അവൻ കീബോർഡ് നന്നായിട്ട് പ്ലേ ചെയ്യും. അവൻ ഒരു 4 വർഷം മുമ്പ് ഒരു ഓണത്തിനൊരു പാട്ടിറക്കി, ഓണപ്പാട്ടിന് ഈണം പോലെ എന്നും പറഞ്ഞു. ഹരിചരണാണ് അത് പാടിയത്. അവൻ വന്ന് റെക്കോർഡ് ചെയ്ത് നല്ല പാട്ടായിരുന്നു. അപ്പൊ ഈയിടെ മൃദുല വാര്യര് ഒരു സ്ഥലത്ത് പറഞ്ഞു, ഓണപ്പാട്ടുകൾ ഇറങ്ങിയ 5 പാട്ടുകളിൽ ഒരെണ്ണം നല്ലത് ഇതാന്ന് പറഞ്ഞു. എനിക്ക് മൃദുല വാര്യരെ നേരിട്ടൊന്നും പരിചയമില്ല, എന്നാലും ഞാൻ ഈ വേദിയിൽ ഒരു എനിക്ക് പരിചയമുള്ള ആളാ, ഞാൻ അറിയിച്ചോളാം. പരിചയക്കേണ്ട പ്രശ്നം വേണ്ടല്ലോ, ഞാൻ അറിയിക്കാവുന്ന ആളാണ് മൃദുല. അവന് അധികം സമയമില്ല, പിന്നെ അവന് ഈ ജീസസ് യൂത്തിനൊക്കെ പോകും. അപ്പൊ അവന് അതിന്റെ കുറെ കമ്പോസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അവന് സമയം കിട്ടില്ല, ജോലിയെല്ലാം കൂടെ. ഈ നമ്മുടെ കാറ് ഓടിക്കുമ്പം കൂടെ ഉണ്ടായിരുന്നു അന്ന്? ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്തോ വിലങ്ങുന്നൊക്കെ പറയില്ലേ കിളയ്ക്കുമ്പോ, അങ്ങനെ അതാന്ന് ഓർത്തിട്ട് ഞാനിതിരി കുഴമ്പിട്ട് കൊടുത്തു. അപ്പോഴും പറഞ്ഞു മാറണില്ല. അപ്പൊ അഹമ്മദ് ഡോക്ടർ പുള്ളിയുടെ ക്ലാസ്മേറ്റാ, അഹമ്മദ് കാരോത്തുവഴിയിലെ. വിളിച്ചപ്പോ എന്നാ വർഗീസും കൂടി പോരേന്ന് പറഞ്ഞു. എന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് വന്നില്ല. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ പുള്ളി വണ്ടി ചെന്ന് കയറി. അപ്പൊ എന്നെ ഓടി ചെന്ന് ഞാനും കയറി പോയി. ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്തെത്തണേക്കും ബോധം പോയി. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്നിട്ടാണ് വണ്ടി സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് ഇടിച്ചിട്ടാണ് വീണ്. അപ്പോഴേക്കും ചേച്ചിക്കും ചെറിയ പരിക്ക് പറ്റി. അതാ ഇടിച്ചതില് തല മുകളിലടിച്ചതാ. പക്ഷെ പുള്ളി ഭയങ്കര ഫിറ്റായിരുന്നു ആള്. എന്നും 1 മണിക്കൂർ നടക്കും, കിളയ്ക്കും. നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, ഇങ്ങനെ ഒരു വരുന്നത് നമ്മൾ ചിന്തിക്കണേ ഇല്ല. നമുക്ക് അങ്ങനെ വിചാരമേ ഇല്ല. ജനാർദ്ദനൊക്കെ പറഞ്ഞു ലൊക്കേഷൻ ഭയങ്കര നടത്തവും കാര്യങ്ങളും ഭയങ്കര അങ്ങനെയായിരുന്നു. ഞങ്ങളെയൊക്കെ വഴക്ക് പറയും, നിങ്ങളൊന്നും എക്സർസൈസ് ചെയ്യില്ല. അപ്പൊ ഞാൻ പറയും എനിക്ക് 100,000 പണിയുണ്ട്, അതിന്റെ ഇടയ്ക്ക് എവിടെ സമയം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പേരക്കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും, അങ്ങനെ ഹസ്ബൻഡ് സെലിബ്രിറ്റി ആയിരുന്നല്ലേ എന്നൊക്കെ, അവർക്ക് കാണണോന്നൊക്കെ പറയാം എന്നോട്. അപ്പൊ ഞാൻ പറയും നമുക്ക് സ്വർഗത്തിൽ പോകുമ്പോ സിനിമ കാണാലോ, അതാണല്ലോ ഒരു വലിയ. അല്ല, അവർക്ക് നേരിട്ട് കാണണം. മമ്മി എന്ത് ലക്കി ആയിരുന്നു. എത്രയോ സിനിമാക്കാരെ എന്നോട് ചോദിക്കും, മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ടോ, ഇവരെ കണ്ടിട്ടുണ്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്, ദിലീപിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ദിലീപൊക്കെ ഇവിടെ വരുമായിരുന്നു. അവർക്ക് അതാ സങ്കടം, അവർക്കൊന്നും കാണാൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതിന്റെ പേരിൽ ഇങ്ങനെ അവിടെ ഇവിടെ സ്കൂളിലെ ആളാവും കുട്ടികളെ. അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ എന്നോട് ഇളയൊരു പേരക്കുട്ടി ഉണ്ട്, അവള് പറയും എന്തിനാ സങ്കടപ്പെടണേ, അപ്പച്ചിന്നാ ഞങ്ങള് വിളിക്കാറ്, അപ്പച്ചനല്ല. അപ്പച്ചി ഇപ്പൊ അവിടെ സ്വർഗത്തിൽ കല്യാണമൊക്കെ കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും. മമ്മി ഇവിടെ കരഞ്ഞിരുന്നോ? അവള് ഇച്ചിരി ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. പേരക്കുട്ടികൾ എത്ര പേരാ? 7 ആളുണ്ട് പേരക്കുട്ടികൾ അല്ലേ? പേരക്കുട്ടി എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആയി. അത്രേ ആയി. എല്ലാരും സുഖമായിട്ടിരിക്കുന്നത്? ആയിക്കോട്ടെ. അപ്പം സുദീർഘമായി ഇനിയും സംസാരിച്ച് നീങ്ങുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം വിളിച്ചപ്പോ ഒന്ന് സംശയിച്ചെങ്കിലും ഇത് നമ്മളീ പറഞ്ഞതുപോലെ പേരക്കുട്ടികൾ പറഞ്ഞ പോലെ അല്ലെങ്കിലും ഒക്കെ ഈ NF എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തു തന്നു. നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് ഇത്രയും ഓർമ്മകളുള്ള ഒരു സ്ഥലം. നമ്മളെ സംബന്ധിച്ച് പലർക്കും, അല്ലെങ്കിൽ എന്നെക്കാളും പ്രേക്ഷകരെ സംബന്ധിച്ച് സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത്, നമ്മൾ അറിയുന്നത്. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ബോധപൂർവം ഓർക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പരിപാടിയൊക്കെ അങ്ങനെയാണ്. കാരണം നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഒരു എല്ലാ ദിവസത്തെ ഓർമ്മയല്ല. നമ്മൾ ബോധപൂർവം ഓർക്കുന്നു. ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ തന്ന, കലയെ സ്നേഹിച്ച, നാടകം, മിമിക്രി, സിനിമ, ഇപ്പം വ്യക്തിപരമായി കുടുംബത്തെ സെറ്റിൽ ചെയ്ത്
ഡിസിപ്ലിനായി വളർത്തുക എന്നൊക്കെ പറയുന്ന ചിട്ടകളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു നല്ല മനുഷ്യൻ, നല്ല കലാകാരൻ. NF വർഗീസ് എന്ന അതുല്യനായ നടൻ്റെ ഓർമ്മയിലൂടെയുള്ള ഓർമ്മയിലെന്നും എന്ന പരിപാടി അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കിടക്കുന്നു. ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും NF വർഗീസ് എന്ന ഈ പരമ്പരയിൽ അമൃത TV-യുടെ ഭാഗത്തു നിന്നും പ്രിയപ്പെട്ട റോസ് ചേച്ചിക്ക് ഒരു ഉപഹാരം അത് സമർപ്പിക്കുന്നതിനായി ജനാർദ്ദൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ചെയ്തതിലേറെയും വില്ലൻ കഥാപാത്രങ്ങളായിരിക്കുകയും ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ അംഗീകരിക്കുകയും എങ്കിലും വില്ലൻ കഥാപാത്രങ്ങളെയാണല്ലോ അവതരിപ്പിക്കേണ്ടി വന്നത് എന്ന ദുഃഖമുണ്ടായിരിക്കുകയും ചെയ്ത ഒരു കലാകാരൻ. ചെയ്ത നല്ല കഥാപാത്രങ്ങളിൽ പലതും ആളുകൾ കണ്ടില്ലല്ലോ എന്ന ദുഃഖവും മനസ്സിൽ കൊണ്ടു നടന്നൊരു കലാകാരൻ. ഇത്രയൊക്കെയാണെങ്കിലും നമ്മൾ ഓരോ പ്രേക്ഷകരുടെ മനസ്സിലും കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരാൾ. NF വർഗീസ് എന്ന അതുല്യ നടന്റെ ഓർമ്മകളുമായി മുന്നിലേക്ക് പോയ ഓർമ്മയിലെന്നും NF വർഗീസ് എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. ഒരു ദിവസം ഒരു സദ്യക്ക് ഊണ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ആരാധന അപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, ചേട്ടന് തൈര് ഇങ്ങനെ ഒഴിക്കുകയാണ് ചോറിലേക്ക്. അതായത് എന്താ പറയുക, സാമ്പാർ കൂട്ടി ഇതെല്ലാം കഴിഞ്ഞ് പായസം കഴിച്ചു, അതിന് തൈര് വലിയ ഉണ്ട കൈയാണ്, തൈര് കൂട്ടി ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു ആരാധകൻ വന്നിട്ട്, ചേട്ടാ പാട്ടുകാർ തൈര് കഴിക്കാൻ പാടുണ്ടോ? കഴിച്ചാൽ എന്താ കുഴപ്പം? കുറച്ചുകൂടി തൈര് കൊണ്ടുവരാ. അവനോടുള്ള വാശിക്ക് വീണ്ടും തൈര് കൊണ്ടിട്ട് തൈരേ. ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ ഡുവേറ്റ് പാടി. അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പാടിയപ്പോൾ ജേട്ടൻ്റെ കൂടെ വേദിയിൽ എല്ലാ വേദിയിലും പാടാറുള്ള പാട്ടാണ് മല്ലികാബാണൻ. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു മാറിലോ. ചേട്ടൻ്റെ അടുത്ത് ചിറ്റൂർ ഗോപിച്ചേട്ടൻ ഭയങ്കര ബന്ധമാണ്, ലിറിക്സിസ്റ്റ് ഗോപിച്ചേട്ടൻ. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, അറിഞ്ഞില്ലേ ചേട്ടാ ബിജു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു, അവനിപ്പോൾ സ്റ്റുഡിയോയിൽ തോക്കും കൊണ്ടാണ് വരണേന്ന് ഞാൻ അറിഞ്ഞു.